എൻ്റെ പേര് ബാഹുലേനാണ്. ധനുഷുറും സ്വദേശിയാണ്. ദേശീയ കൈതറും. ഷാരൂൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയെ ഇന്നലെ നെയ്യാറ്റിങ്കര കോടതി കൊണ്ടുവന്ന അട്ടക്കുളങ്ങര ജയിലിൽ നിന്നാണ് നെയ്യാറ്റിങ്കര കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഷാരൂൺ വധക്കേസിലെ കേസ് പൂർത്തിയായി കഴിഞ്ഞു. വധശിക്ഷ തന്നെ കൊടുക്കണം. തിങ്കളാഴ്ച രാവിലെയാണ് കേസിന്റെ വിധി ആണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെയാണ് ഇത് പറഞ്ഞത്. ഷാരൂൺ വധക്കേസിലെ പ്രതിക്ക് പഠിക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് 24 വയസ്സേ ഉള്ളൂ, എനിക്ക് പഠിക്കണമെന്നാണ് ഒരു ആഗ്രഹം എന്നാണ് കോടതിയിൽ പറഞ്ഞത്. നെയ്യാറ്റിങ്കര കോടതി പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവം കേസാണ് ഈ കേസ് എന്ന് നമുക്ക് പറയാം. അല്ലാത്തൊരു കേസാണെന്ന് പറയാം. എല്ലാവരും പറയുന്ന ശിക്ഷ നാളെ എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു അവസരമാണ്. നെയ്യാറ്റിങ്കര കോടതിയിലാണ് കാത്തിരിക്കുന്ന അവസരമെന്ന് പറയാം. രാവിലെ 11 മണിക്ക് തന്നെ ശിക്ഷ പറയുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത്. ഗ്രീഷ്മയുടെ കാര്യം പഠിക്കണമെന്നാണ് പറയണത്. 24 വയസ്സേ ആയിട്ടുള്ളൂ, ഇനി മുന്നോട്ട് പോകുന്നു, പഠിക്കണമെന്നാണ് പറയണത്. കോടതി വിശദമായി ഊർജിതമായി വിമർശിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഷാരൂൺ വധക്കേസിൽ 2 വിഷം കലർത്തി ജ്യൂസിൽ കൊടുത്ത ഈ ചേർത്താനാണെന്നാണ് കോടതി ചോദിച്ചത്. ഷാരൂൺ വധക്കേസിലെ ഈ പ്രതിയുടെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ആ പ്രശ്നത്തിലേക്ക് നാളെ അട്ടക്കുളങ്ങര ജയിലിന് കൊണ്ടുവരും. 11 മണിയോടെ തന്നെ വിചാരണ നെയ്യാറ്റിങ്കര കോടതിയിൽ പറയുമെന്ന് കേരളം മൊത്തം കാത്തിരിക്കുന്ന ഒരു അവസരമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അവസരമാണ് ഈ വിധി കേൾക്കാൻ. അപൂർവങ്ങളിൽ അപൂർവം കേസാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. അട്ടക്കുളങ്ങര ജയിലിന് കൊണ്ടുവരും, അതിനുശേഷം കോടതി വളപ്പിലേക്ക് കൊണ്ടുവരും, അതിനുശേഷം ജീപ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇറങ്ങി ശേഷമാണ് നാളെ 11 മണിക്കൂടെ വിധി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. പരമ ശിക്ഷ തന്നെ കൊടുക്കുമെന്ന് കോടതി പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത്രയുമാണ് പറയാനുള്ളത്. അതുപോലെ ഗ്രീഷ്മ അമ്മയെ വെറുതെ വിട്ടിട്ടുണ്ടെന്ന് പറയാം. അമ്മാവനെയും 3-ാം പ്രതി ആക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളിലാണ് നമുക്ക് അമ്മാവനെ 3-ാം പ്രതി ആക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഇത് 2 വിഷം കലർത്തി ജ്യൂസിൽ കൊടുത്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാർശലാണ് പോലീസാണ് കേസ് അന്വേഷിച്ച. അതിനുശേഷമാണ് ക്രൈം ബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതോടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് എന്ന് പറയണം. ഷാരൂൺ വധ കേസെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് പഠിക്കാനാണ് ആഗ്രഹമെന്നാണ് ചോദിച്ചത്. അപ്പോഴേ കോടതി നല്ലൊരു വിമർശനമാണ് അവിടെ നൽകി കഴിഞ്ഞതെന്ന് പറയാം. ഇനിയും വേറെ ആരേക്കും ഇതുപോലെ കൊല്ലാനുണ്ടോന്നാണ് ചോദിച്ചത് കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ നാളെ അട്ടക്കുളങ്ങര ജയിലിന് കൊണ്ടുവരും, വണ്ടിയിൽ കൊണ്ടുവരും. അതിനുശേഷം നെയ്യാറ്റിങ്കര കോടതി വളപ്പിലെത്തും. അതിനുശേഷം 11:30 തന്നെ വിധി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വലിയൊരു വിധിയാണ് ഉണ്ടാവണമെന്ന്. കൊല ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് മലയാളികളെല്ലാം പറയണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു കുട്ടികൾക്കും ഇതുപോലെ സംഭവിക്കില്ലെന്നാണ് പറയുന്നത്. അത്തരം ഒരു ക്രൂരത മനസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് പറയും. 24 വയസ്സിന്റെ ഇടയിൽ വീണ്ടും പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇത്തരം കൊലപാതകം എന്നിട്ട് പോലും ഒരു മുഖത്തിന് ഒരു പാവം പോലും ഇല്ലെന്നതിന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേയൻ.